അങ്ങനെ 13ാമത്തെ നോമ്പിൻ്റെ അത്താഴത്തിൻ്റെ ഞാൻ നല്ലൊരു കോഫി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്നലെ നോമ്പ് വിരുന്നിന് പോയപ്പോൾ അവിടുന്ന് മക്കളൊന്നും കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ഉണ്ടാക്കി വെച്ച ചോറും ഉരുളക്കിഴങ്ങൊക്കെ അപ്പടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതന്നെ ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് കരുതി. കോഫി എല്ലാം അടിപൊളി കോഫി കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങും ചോറും കോഫിയും ഒക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നു. വൈകുന്നേരം ഇതാ ഞാൻ ഒരുങ്ങി കെട്ടി പോവുകയാണ്. എങ്ങോട്ടാന്നല്ലേ, എൻ്റെ വീട്ടിലോട്ട് 2 ദിവസം നിൽക്കാൻ വേണ്ടി പോകണം. ശനി ഞായറും ലീവാണല്ലോ. പിന്നെ നാളെ ഇളച്ചനെ നോമ്പ് വിരുന്ന് വിളിക്കണുണ്ട്. അപ്പോൾ നമ്മളവിടെ വേണമല്ലോ, നമ്മളാണല്ലോ മെയിൻ കുക്ക്. പൊക്കി പറയല്ല കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കഷ്ടിച്ച് 5 മിനിറ്റിൻ്റെ ഒരു യാത്രയേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് അടുത്താണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും തോന്നുമ്പോൾ വീട്ടിൽ പോയി വരാം. അപ്പോൾ അങ്ങനെ അതാ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാത്. പിന്നെ ഉപ്പ വത്തക്ക വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞാൻ അതാ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഞാൻ എത്തിയ ഉടനെ ചാടി ഇറങ്ങി ഗേറ്റൊക്കെ തള്ളി തുറന്നു ഗൈസ്. നമ്മളെ വീട്ടിലേക്ക് എത്തി, നമുക്ക് എവിടുന്നാന്ന് അറിയില്ലല്ലോ, വല്ലാത്തൊരു ഉഷാറാണല്ലോ. അപ്പം അങ്ങനെ വീട്ടിലേക്ക് കയറി ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഇതാ അനിയത്തി എപ്പോഴേക്ക് ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വത്തക്കോട് ജ്യൂസ് അടിച്ച് വെച്ചേക്കണു. ഉമ്മ നല്ല മീൻ മുളകിട്ടത് അയ്യവ. പിന്നെ പുട്ടും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അനിയത്തി സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വരാൻ നിൽക്കുന്നു നമ്മളെ സ്പെഷ്യൽ ഉണ്ടാക്കാനും, ഉരുളക്കിഴങ്ങ് ബജി. അങ്ങനെ അതും റെഡി ആയിട്ടോ. ജ്യൂസിനുണ്ട് കേട്ടോ 3 വിധം. ഇത് ഉമ്മാൻ്റെ വക ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, പിന്നെ സർബത്ത് ഉണ്ടായിരുന്നു, വത്തക്ക ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സമയമായപ്പോൾ ഉണ്ടാക്കിയതൊക്കെ ഇതിന് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടേ ഞങ്ങളിങ്ങനെ ബാങ്ക് കൊടുക്കണമെന്ന് കാത്തിരിക്കുകയാണ്. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു, വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു.